Dear students, fourth semester BComൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ഭാഗമാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. Concurrent deviation method. Correlation between two variables can be measured by both graphic method and algebraic method. Correlation രണ്ട് രീതിയിലാണ്. ഒന്ന് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യാം, മറ്റൊന്ന് ആൾജിബ്രൈക് മെത്തേഡ് യൂസ് ചെയ്യാം. ഗ്രാഫിക് മെത്തേഡിൽ തന്നെ സ്കാറ്റർ ഡയഗ്രം മെത്തേഡ് ഉണ്ട്, പിന്നെ കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്, അങ്ങനെയുണ്ട് രണ്ടെണ്ണം. പിന്നെ ആൾജിബ്രൈക് മെത്തേഡിൽ വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ്. കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു ആൾജിബ്രിക് മെത്തേഡാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഏതെല്ലാം രീതിയിലാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കാൾ-പിയേഴ്സൺസ് മെത്തേഡ്, സ്പിയർമാൻസ് മെത്തേഡ്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അങ്ങനെ മൂന്ന് രീതിയിലാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കാൾ-പിയേഴ്സൺസ് മെത്തേഡ് നമുക്കറിയാം, അതുപോലെ സ്പിയർമാൻസ് മെത്തേഡും അറിയാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, അതുപോലെ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇനി മൂന്നാമത്തെ രീതിയാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഈ ഒരു ഭാഗം കൂടെ കഴിയുമ്പോൾ കോറിലേഷൻ പൂർത്തിയാവും. നോക്കാം എന്താണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. Concurrent deviation method is a very simple method of measuring correlation. Under this method, we consider only the directions of deviations. The magnitudes of the values are completely ignored. Therefore, this method is useful when we are interested in studying correlation between two variables in a casual manner and not interested in degree or precision. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് വളരെ സിമ്പിളായൊരു മെത്തേഡാണ്. അതിൻ്റെ വാല്യൂവിൻ്റെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് അല്ല നോക്കുന്നത്, അത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. Under this method, the nature of correlation is known from the direction of change in the values of variables. If the deviations of the two variables are concurrent, then they move in the same direction, otherwise in the opposite direction. The formula for computing the coefficient of concurrent deviation is R equal to plus or minus root of plus or minus 2c minus n whole divided by n. R equal to plus or minus root of plus or minus 2c minus n by n, where n equal to capital N equal to number of positive signs and negative signs together in the dx dy column. C equal to number of concurrent deviations, that is number of positive signs in dx dy column. ഇപ്പോൾ ഫോർമുല ഇതാണ്. R equal to plus or minus റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ബൈ n ആണ്. എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ എന്ന കോളത്തിൽ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആൻഡ് നെഗറ്റീവ് സൈൻസ്, അതിൽ എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട് എത്ര നെഗറ്റീവ് സൈൻസ് ഉണ്ട് അതിൻ്റെ ടോട്ടലാണ്. അപ്പോൾ 4 പോസിറ്റീവ് സൈൻസും 3 നെഗറ്റീവ് സൈൻസ് ഉണ്ടെങ്കിൽ n എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ n ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ടുഗദർ ഇൻ ദി ഡി എക്സ് ഡി വൈ കോളം. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം. സ്റ്റെപ്സ്, അത് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്താ നോക്കാം. എവരി വാല്യൂ ഓഫ് എക്സ് സീരീസ് ഈസ് കമ്പയർഡ് വിത്ത് ഇറ്റ്സ് പ്രീസിഡിങ് വാല്യൂ. ഇൻക്രീസ് ഈസ് ഷോൺ ബൈ പ്ലസ് സിമ്പൽ ആൻഡ് ഡിക്രീസ് ഈസ് ഷോൺ ബൈ മൈനസ് സിമ്പൽ. നമുക്കൊരു കോളം എക്സ് എന്ന കോളം ഇതിന് മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു എക്സ് കോളവും ഒരു വൈ കോളവും 2 കോളങ്ങളുണ്ടായിരിക്കും. ആദ്യത്തെ കോളത്തിൽ നമുക്ക് എക്സ് കോളം എന്ന് എഴുതാം. പിന്നെ നമ്മൾ ഡി എക്സ് എന്നുള്ള കോളം ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡി എക്സ് കോളത്തിൽ ആദ്യം വെറുതെ ഒരു വാല്യൂസ് ഒന്നും എഴുതാൻ കഴിയില്ല, ഡോട്ട്സ് ഇടാം. രണ്ടാമത്തെ വാല്യൂ ആദ്യത്തെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്ലസ് സൈൻ, കുറവാണെങ്കിൽ മൈനസ് സൈൻ, ആ രീതിയിലാണ്. ദി എബോവ് സ്റ്റെപ്പ് ഈസ് റിപ്പീറ്റഡ് ഫോർ വൈ സീരീസ് ആൻഡ് വി ഗെറ്റ് ഡി വൈ. അതുപോലെ തന്നെ ഡി വൈ കോളം. അപ്പോൾ എക്സ് എന്ന കോളം ഉണ്ടായിരിക്കും, വൈ എന്ന കോളം ഉണ്ടാവും. പിന്നെ നമ്മൾ ഡി എക്സ്
ഡി വൈ ഡി എക്സ് ഡി വൈ, അങ്ങനെ 3 കോളങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഡി എക്സ് കോളത്തിലെ ഫസ്റ്റ് വാല്യൂ നമ്മൾ കുറേ ഡോട്ട്സ് ഇട്ടാൽ മതി. അത് നമുക്ക് പറയാൻ കഴിയില്ല പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അവിടെ ഇടേണ്ടതെന്ന് പറയാൻ കഴിയില്ല, കാരണം ആകെ ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വാല്യൂ അല്ലെങ്കിൽ ഡി എക്സ് എന്ന കോളത്തിലെ രണ്ടാമത്തെ വാല്യൂ എക്സ് എന്ന കോളത്തിലെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. എക്സ് എന്ന കോളത്തിലെ ഫസ്റ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് സെക്കൻഡ് വാല്യൂ എങ്കിൽ ഡി എക്സ് കോളത്തിൽ നമ്മൾ പ്ലസ് സൈൻ ഇടും. പിന്നെ അതുപോലെ താഴേക്ക് കൂടുതലാണെങ്കിൽ പ്ലസ് സൈൻ, കുറവാണെങ്കിൽ മൈനസ് സൈൻ. അതിന് തൊട്ട് മുമ്പിലുള്ള വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്ലസ് സൈൻ, കുറവാണെങ്കിൽ മൈനസ് സൈൻ. അതേപോലെ തന്നെ ഡി വൈ കോളവും നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ അത് പറയാം വീണ്ടും. അതിന് ശേഷം അങ്ങനെ ഡി എക്സ് കോളവും ഡി വൈ കോളവും ഉണ്ടാക്കി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ഡി എക്സ് ബൈ ഡി വൈ ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഷോൺ ഇൻ ദ നെക്സ്റ്റ് കോളം. ദ കോളം ഹെഡിങ് ഈസ് ഡി എക്സ് ഡി വൈ. എന്നിട്ട് ഡി എക്സ് ഡി വൈ എന്നുള്ള കോളം ഉണ്ടാക്കണം. അത് ഒന്നുകിൽ പ്ലസ് സൈനിലായിരിക്കും അല്ലെങ്കിൽ മൈനസ് സൈനിലായിരിക്കും. ആദ്യത്തേന് പ്രത്യേകിച്ചൊന്നും എഴുതാൻ കഴിയില്ല. ടേക്ക് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം. പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം ഡിനോട്ട്സ് എ കൺകറൻറ്റ് ഡീവിയേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ടോ അതാണ് സിയുടെ വാല്യൂ. ഒരു പോസിറ്റീവ് സൈനും ഇല്ല, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ സി 0 ആയിരിക്കും. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ സിയുടെ വാല്യൂ 1. ആ രീതിയിൽ അപ്ലൈ ദി ഫോർമുല ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ ബൈ എൻ. ഇങ്ങനെ എഴുതാനുള്ള കാരണം ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എങ്ങനെയായാലും പോസിറ്റീവാണ്. 2c മൈനസ് എൻ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. 2c മൈനസ് എൻ നെഗറ്റീവ് ആണെങ്കിൽ 2c ലെസ് ദാൻ എൻ ആയിരിക്കും. 2c മൈനസ് എൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2c മൈനസ് എൻ ഈസ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് 2c ലെസ് ദാൻ എൻ. അങ്ങനെയാണെങ്കിൽ 2c മൈനസ് എൻ നെഗറ്റീവ് ആയാൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുക്കണം. കാരണം അത് റൂട്ടിനകത്ത് പോസിറ്റീവ് ആണെങ്കിലേ റൂട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയാണ് ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ബ്രാക്കറ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്ലസ് തന്നെ എടുക്കാം. ബ്രാക്കറ്റിൽ നെഗറ്റീവ് കിട്ടിയ ഇവിടുത്തെ നെഗറ്റീവ് എടുത്തത് എങ്ങനെ ആയാലും ഈ റൂട്ടിനകത്ത് പോസിറ്റീവായി എഴുതണം എന്ന് മാത്രമേ ഈ പ്ലസ് ഓർ മൈനസ് കൊണ്ട് അർത്ഥമുള്ളൂ. അതിനുശേഷം ഇപ്പം നമുക്ക് 2c മൈനസ് എൻ ബൈ എൻ എന്ന് പറയുന്നത് -4 കിട്ടിയെന്ന് വിചാരിക്കുക. അതിനർത്ഥം ന്യൂമറേറ്റർ നെഗറ്റീവ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ √4 എന്ന് തന്നെ എഴുതിയിട്ട് √4ൻ്റെ വാല്യൂ ഈക്വൽ ടു ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. ഇനി അത് 2 വേണോ -2 വേണോ എന്നുള്ളത് നോക്കുന്നത് ഈ 2c മൈനസ് എന്നിൻ്റെ സൈൻ നോക്കിയിട്ടാണ്. 2c മൈനസ് എൻ നെഗറ്റീവ് ആണെങ്കിൽ r നെഗറ്റീവ്, അതായത് 2c ലെസ് ദാൻ n ആണെങ്കിൽ r നെഗറ്റീവ്. 2c ലെസ് ദാൻ n ആണെങ്കിൽ r നെഗറ്റീവ്, 2c മോർ ദാൻ n ആണെങ്കിൽ r പോസിറ്റീവ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്, പ്രോബ്ലം ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം വെച്ച് ഒന്നുകൂടെ പറയാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ടേബിൾ തന്നു, എക്സ് വൈ രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് വാല്യൂ ദ ഇൻക്രീസ് ഓർ ദ ഡിക്രീസ് ഈസ് അൺനോൺ. അപ്പോൾ എക്സ് 20 ആണ് ആദ്യം. അതിപ്പോൾ ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെ വൈയിലും ആദ്യത്തെ വാല്യൂ 30 ആണ്. അത് പ്ലസ് സൈൻ വേണോ മൈനസ് സൈൻ വേണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുക നോക്കാം. എക്സ് എന്ന് പറഞ്ഞ വാല്യൂസ് എല്ലാം എഴുതി, വൈ പറഞ്ഞ വാല്യൂസ് എഴുതി. അടുത്ത കോളം, ഈ 3 കോളം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എക്സ് അത് ഡി എക്സ് എന്നും ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ ഡി വൈ എന്നും എടുക്കുക. പിന്നെ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്നുള്ള കോളം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യത്തെ എക്സ് 20 ആണ്. അത് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും എഴുതുന്നില്ല. പിന്നെ 25 ആയിട്ട് തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് സൈനും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് സൈനുമാണ്. അപ്പോൾ 25 ആയി. അപ്പോൾ ഇൻക്രീസ് ചെയ്തു പ്ലസ്. പിന്നെ 25ൽ നിന്ന് 30 വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ പ്ലസ് സൈൻ തന്നെ. 30 പിന്നെ 15 ഡിക്രീസ് ചെയ്തു. 30 15 ആയിട്ട് ഡിക്രീസ് ചെയ്തതുകൊണ്ട് മൈനസ് സൈൻ. പിന്നെ 15 28 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. തൊട്ട് പിന്നിലുള്ളതായിട്ടാണ് നോക്കുന്നത്. 15 28 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ പ്ലസ്. 28 32 ആയി വീണ്ടും ഇൻക്രീസ് ചെയ്തു പ്ലസ് സൈൻ. 32 35 ആയി ഇൻക്രീസ് ചെയ്തു പ്ലസ് സൈൻ. 35 17 ആയി ഡിക്രീസ് ചെയ്തപ്പോൾ മൈനസ് സൈൻ. 17 29 ആയിട്ട് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് പ്ലസ് സൈൻ. ഇങ്ങനെയാണ് പ്ലസ് സൈനും മൈനസ് സൈനും ഇടുന്നത്. ഇനി ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ
ഫസ്റ്റ് വാല്യൂ 30 ആണ്, അത് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഒന്നും നമ്മൾ എഴുതുന്നില്ല. പിന്നീട് 30 18 ഡിക്രീസ് ചെയ്തു, മൈനസ് സൈൻ. 18 25 ഇൻക്രീസ് ചെയ്തു, പ്ലസ് സൈൻ. 25 വീണ്ടും ഡിക്രീസ് ചെയ്തു, മൈനസ് സൈൻ. 10 30 ഇൻക്രീസ് ചെയ്തു, പ്ലസ് സൈൻ. 30 25 ഡിക്രീസ് ചെയ്തു, മൈനസ് സൈൻ. 25 15 വീണ്ടും ഡിക്രീസ് ചെയ്തു, മൈനസ് സൈൻ. 15 30 ഇൻക്രീസ് ചെയ്തു, പ്ലസ് സൈൻ. 30 27 ഡിക്രീസ് ചെയ്തു, മൈനസ് സൈൻ. ഇങ്ങനെ പ്ലസ് സൈനും മൈനസ് സൈനും ഡിക്രീസ് തൊട്ടു പിന്നിലുള്ള വാല്യൂ ആയി കമ്പയർ ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സൈൻ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ. അങ്ങനെയാണ് ഡി എക്സ് അതുപോലെ തന്നെയാണ് ഡി വൈ ഉണ്ടാക്കുന്നത്. ഇനി ഡി എക്സ് ഡി വൈ കോളം ആദ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാൻ കഴിയില്ല. പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ കോളത്തിലെ മൊത്തം നെഗറ്റീവ് സൈൻസിൻ്റെയും പോസിറ്റീവ് സൈൻസിൻ്റെയും ടോട്ടലാണ്. ഇവിടെ മൈനസ് സൈനും പ്ലസ് സൈനുമായിട്ട് ആകെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 8 ആണ്. ഇനി ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളമാണ്. അതിവിടെ 3 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 3, എൻ എന്ന് പറയുന്നത് 8. ക്യാപിറ്റൽ എൻ 8, ക്യാപിറ്റൽ സി 3. C is the number of positive signs in dx dy column. That is C equal to 3. N equal to 8. Since first pair is not compared. ആദ്യത്തെ പേര് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല. പിന്നുള്ളത് വാല്യൂവിൽ മാത്രമേ പോസിറ്റീവ് സൈനും മൈനസ് സൈനും ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ പോസിറ്റീവ് സൈൻസിൻ്റെയും മൈനസ് സൈൻസിൻ്റെയും ടോട്ടലാണ്. അതുകൊണ്ട് n എന്ന് പറയുന്നത് 8 ആണ്. ഇനി r ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ബൈ n. 2c ആണ് 2 ഇൻറ്റു 3 മൈനസ് 8/8, 6 മൈനസ് 8 മൈനസ് 2/8 മൈനസ് 1/4 മൈനസ് 0.25 മൈനസ് 0.25. ഇവിടെ മൈനസ് 0.25 ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ മൈനസ് എടുത്തത് പ്ലസ് ആക്കാൻ. ഈ പ്ലസ് ഓർ മൈനസിൻ്റെ അർത്ഥം റൂട്ടിനകത്ത് എപ്പോഴും പോസിറ്റീവ് ആക്കി എടുക്കുക എന്നാണ്. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് 0 പ്ലസ് ഓർ മൈനസ് 0.25 ദാറ്റ് ഈസ് റൂട്ട് 0.25. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 0.5 ഈക്വൽ ടു മൈനസ് 0.5. അതെങ്ങനെ മൈനസ് 0.5 എടുക്കാനുള്ള റീസൺ നമുക്ക് കിട്ടിയ 2c മൈനസ് c എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇവിടെ കണ്ടോ മൈനസ് 2/8 മൈനസ് 0.25 ആണ് വന്നത്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആൻസർ അതായത് കോറിലേഷൻ കോഫിഷ്യൻ്റ് നെഗറ്റീവ് ആയിരിക്കും. ഈ 2c മൈനസ് n നെഗറ്റീവ് ആണെങ്കിൽ 6 നെഗറ്റീവായിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് 0.5 എന്നുള്ള വാല്യൂ എടുത്തത്. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇയർ തന്നിട്ടുണ്ട്, സപ്ലൈ, പ്രൈസ്. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ എക്സ് ആയിട്ടും പ്രൈസ് വൈ ആയിട്ടും എടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ എക്സിന് ആദ്യം പ്രത്യേകിച്ച് പോസിറ്റീവും നെഗറ്റീവ് ഇടാൻ പറ്റില്ല, കുറേ ഡോട്ട്സ് ഇട്ടു. പിന്നെ 160 164 ആകുമ്പോൾ പ്ലസ് സൈൻ, വീണ്ടും പ്ലസ്, വീണ്ടും പ്ലസ്, മൈനസ്, പ്ലസ് 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 മൈനസ് എന്ന രീതിയിൽ വരും. ഇവിടെ 292 കഴിഞ്ഞ് 280 ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ ആദ്യത്തേന് ഒന്നും എഴുതാൻ പറ്റില്ല. രണ്ടാമത്തേൽ പ്ലസ് 92 80 ആയി, ഇപ്പോൾ മൈനസ്. പിന്നെ 280 260 വീണ്ടും മൈനസ്, 260 234 വീണ്ടും മൈനസ്, പിന്നെ ഒരു പ്ലസ് വരും, പിന്നെ വീണ്ടും മൈനസ് 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 വീണ്ടും പ്ലസ്. ആ രീതിയിലായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. എക്സ് എഴുതി, വൈ എഴുതി. ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എക്സ്, ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എക്സ് ഡി എക്സ്, ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ ഡി വൈ. അപ്പോൾ ഇവിടെ ആദ്യം വാല്യൂസ് ഒന്നുമില്ല. പിന്നെ 160 164, അപ്പോൾ പ്ലസ് 164 172 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, പ്ലസ് 172 182 ആയി ഇൻക്രീസ് ചെയ്തു, പ്ലസ് 182 166 ആയി ഡിക്രീസ് ചെയ്തു, മൈനസ്. പിന്നെ 166 170 ഇൻക്രീസ് ചെയ്തു, പ്ലസ് 170 178 ഇൻക്രീസ് ചെയ്തു, പ്ലസ് സൈൻ. 178 192 ഇൻക്രീസ് ചെയ്തു, പ്ലസ് സൈൻ. 192 186 ഡിക്രീസ് ചെയ്തപ്പോൾ മൈനസ്.
ഇനി അടുത്ത ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ, ദറ്റ് ഈസ് ഡി വൈ. 292 ആണ്, അത് 280 ആയിട്ട് കുറഞ്ഞു, മൈനസ് 280, 268 ഡിക്രീസ് ചെയ്തു, മൈനസ് 260 234 ഡിക്രീസ് ചെയ്തു, മൈനസ് 234 വീണ്ടും 266 ഇൻക്രീസ് ചെയ്തു, പ്ലസ് 266 254 ഡിക്രീസ് ചെയ്തു, മൈനസ് 254 230 ആയിട്ട് ഡിക്രീസ് ചെയ്തു, മൈനസ് 230 198 ഡിക്രീസ് ചെയ്തു, മൈനസ് പിന്നെ 190 കഴിഞ്ഞാൽ പിന്നെ 200 ഇൻക്രീസ് ചെയ്തു, അപ്പോൾ പ്ലസ്. അടുത്ത് ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ആദ്യത്തെ നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. താഴെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഡി എക്സ് ഡി വൈ കോളത്തിലെ മൊത്തം നെഗറ്റീവ് സൈനാണ്. ആകെ എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 8 ആണ്. പക്ഷേ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളമാണ്. ഇവിടെ പോസിറ്റീവ് സൈൻസ് ഒന്നുമില്ല, അതുകൊണ്ട് സി ഈക്വൽ ടു 0. സി ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം, ദെയർഫോർ സി ഈക്വൽ ടു 0, എൻ ഈക്വൽ ടു 8. ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n by n equal to plus or minus root of plus or minus 2 into 0 minus 8 by 8 equal to plus or minus root of plus or minus minus 8 by 8. അപ്പോൾ minus 8 by 8 minus 1. പ്ലസ് ഓർ മൈനസ് മൈനസ് 1 എന്നാൽ റൂട്ട് 1 എന്ന് എഴുതണം. പ്ലസ് ഓർ മൈനസ് റൂട്ട് 1, പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്ന് വരും. കാരണം ഇവിടെ മൈനസ് ആണ്, ഈ മൈനസ് എടുക്കുക. എങ്ങനെ വന്നാലും പോസിറ്റീവായിട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതാം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്നാൽ പ്ലസ് 1 മൈനസ് 1 ഇനി മൈനസ് 1 എടുക്കണോ പോസിറ്റീവ് 1 എടുക്കണോ, ആറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നത് ഈ വാല്യൂ നോക്കിയിട്ടാണ്. 2c മൈനസ് എൻ അതിവിടെ മൈനസ് ആണ്, -8 എന്ന് വന്നത്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ആർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 ഈക്വൽ ടു -1 ആണ് എടുക്കുക, -1. നമുക്ക് പ്ലസ് 1 എടുക്കാം, -1 എടുക്കാം, -1 എടുക്കാവൂ. കാരണം ഇവിടെ 2c ലെസ് ദാൻ എൻ അല്ലെങ്കിൽ 2c മൈനസ് എൻ ഈസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ആറ് നെഗറ്റീവ് ആയിരിക്കണം എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആർ ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. എക്സ് കോളം വൈ കോളം ഡി എക്സ് കോളം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതായത് തൊട്ട് പിന്നിലുള്ള വാല്യൂവിനേക്കാൾ കൂടുകയാണെങ്കിൽ പോസിറ്റീവ് സൈൻ, കുറയുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഡി എക്സും ഡി വൈയും ഉണ്ടാക്കാം. പിന്നെ ഡി എക്സ് ഡി വൈ എന്നുള്ള കോളം ഉണ്ടാക്കാം. അതായത് പ്ലസ് ഇൻറ്റു മൈനസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ആ ഒരു ഐഡിയ തന്നെയേ ഉള്ളൂ. അങ്ങനെ അതിൽ എത്ര പോസിറ്റീവ് സൈൻസും മൈനസ് സൈൻസും ഉണ്ടോ അതിൻ്റെ ടോട്ടലാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ കോളത്തിൽ എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട് നോക്കിയിട്ടാണ്. അതിനുശേഷം 2c മൈനസ് ഈ ഫോർമുല അപ്ലൈ ആണ്. ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ ബൈ എൻ. ഇനി 2c മൈനസ് എൻ നെഗറ്റീവ് ആണെങ്കിൽ ആറും നെഗറ്റീവായിട്ട് എടുക്കണം. 2c മൈനസ് എൻ പോസിറ്റീവ് ആണെങ്കിൽ ആറും പോസിറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. One very convenient and useful way of interpreting the value of coefficient of correlation is the use of the square of coefficient of correlation. The square of coefficient of correlation is called coefficient of determination. The square of coefficient of correlation. Coefficient of correlation r ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ. അതാണ് coefficient of determination. Coefficient of determination equal to square of correlation coefficient. ഇനി മറ്റൊരു ഡെഫിനിഷനും കൂടി ഉണ്ട്. Coefficient of determination is the ratio of the explained variance to the total variance. Explained variance divided by total variance, അത് r സ്ക്വയർ ആണ്. For example, suppose the value of r equal to 0.9. Then r square equal to 0.9 square. R square എന്ന് പറഞ്ഞാൽ 0.9 square 0.81. 0.81 81%. 81% എന്ന് പറഞ്ഞാൽ 81/100, അതായത് 0.81 തന്നെ. അപ്പോൾ r square equal to 81%. This means that 81% of the variation in the dependent variable has been explained by or determined by the independent variable. Here 19% of the variation in the dependent variable has not been explained by the independent variable. Therefore, this 19% is called coefficient of
നോൺ ഡിറ്റർമിനേഷൻ. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആർ സ്ക്വയർ ആണെങ്കിൽ കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്തായിരിക്കും? 1 മൈനസ് ആർ സ്ക്വയർ. ഇവിടെ 81% ആണ് കിട്ടിയത്. അപ്പോൾ 19% കോയഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ആണ്. 19% പറഞ്ഞാൽ 19/100.19. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണെങ്കിൽ കോയഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ആർ സ്ക്വയർ ആണ്. കോയഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷനെ കെ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്താൽ കെ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ. കെ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോയഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ഈക്വൽ ടു 1 മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷനും കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനും കൂടെ ആഡ് ചെയ്താൽ 1 ആണ്. ഇപ്പോൾ കെ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ, അതായത് കെ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയറിന് പകരം കോയഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എഴുതിയെന്ന് മാത്രം. Calculate coefficient of determination and non-determination if coefficient of correlation is 0.8. Correlation coefficient 0.8 ആണെങ്കിൽ coefficient of determination r square. Coefficient of determination equal to r square. r എന്ന് പറയുന്നത് 0.8. അപ്പോൾ 0.8 square equal to 0.64 അല്ലെങ്കിൽ 64%. ഇനി coefficient of non-determination equal to 1 minus r square. That is 1 minus 0.64 equal to 0.36, that is 36%. അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയാം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ 64% ആണെങ്കിൽ അടുത്തത് 36% ആയിരിക്കും. ടോട്ടൽ 1 ആണല്ലോ, 100% ആണോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. If R1 equal to 0.9 and R2 equal to 0.45, show that first correlation is 4 times as strong as the second. First correlation is 4 times as strong as the second. അങ്ങനെ പറയണമെങ്കിൽ ഫസ്റ്റ് കോറിലേഷൻ ഇവിടെ R1, സെക്കൻഡ് കോറിലേഷൻ R2. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കോറിലേഷൻ ഈസ് 4 times as strong as the second എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് R1 സ്ക്വയർ ഈക്വൽ ടു 4 R2 സ്ക്വയർ എന്നാണ്. R1 സ്ക്വയർ ഈക്വൽ ടു 4 R2 സ്ക്വയർ എന്ന് എഴുതാൻ കഴിയുകയാണെങ്കിൽ ഇത് ട്രൂ ആണ്. നമുക്ക് നോക്കാം. R1 സ്ക്വയർ ഈക്വൽ ടു 0.9 സ്ക്വയർ 0.81, R2 സ്ക്വയർ 0.45 ഇൻറ്റു 0.45 0.2025, 4 R2 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 0.2025 ഈക്വൽ ടു 0.81 ഈക്വൽ ടു R1 സ്ക്വയർ. അപ്പോൾ നമുക്ക് R1 സ്ക്വയർ ഈക്വൽ ടു 4 R2 സ്ക്വയർ എന്ന് കിട്ടി. Therefore R1 സ്ക്വയർ ഈസ് 4 times R2 സ്ക്വയർ. This implies that first correlation is 4 times as strong as the second. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇഫ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു 203, സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ ടു 400, സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു 190. നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാനുള്ള ഫോർമുല n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സും സിഗ്മ വൈയും എന്നും ഒന്നും തന്നിട്ടില്ല. അതിനർത്ഥം സിഗ്മ എക്സും സിഗ്മ വൈയും 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഡീവിയേഷൻസ് എക്സ് ബാറിൽ നിന്ന് എടുക്കണം. അതുപോലെ സിഗ്മ വൈ 0 ആണെങ്കിൽ ഡീവിയേഷൻ ആക്ച്വൽ മീനിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഫോർമുല എന്ത് വരും? ആർ എന്ന് പറയുന്നത് n ഇൻറ്റു സിഗ്മ എക്സ് വൈ ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ആർ റൂട്ട് എന്നും റൂട്ട് എന്നും ന്യൂമറേറ്ററിൽ എന്നും ക്യാൻസൽ ചെയ്ത് ഫോർമുല കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആർ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ എന്ന് വരും. അസ്യൂം ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ. ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ ആണെങ്കിൽ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ ആണെങ്കിൽ സിഗ്മ എക്സ് 0 ആയിരിക്കും. അതുപോലെ സിഗ്മ വൈയും 0 ആയിരിക്കും. അതായത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ 0 ആണ്, സിഗ്മ വൈ മൈനസ് വൈ ബാർ 0 ആണ്. Therefore R equal to sigma xy by root of sigma x square into root of sigma y square. 203 by root of 400 into root 190. 203 by root of 76,000. 203 by 275.68 equal to 0.736. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കിട്ടി 0.736.
given r equal to 0.8, sigma xy equal to 60, standard deviation of y equal to 2.5, sigma x square equal to 90, find the number of items. നേരത്തെ പോലെ തന്നെ ചെയ്യണം ഇവിടെ. Let us assume that x and y are deviations from actual mean. Deviations from actual mean ആണെങ്കിലാണ് സിഗ്മ എക്സ് 0, സിഗ്മ വൈ 0 എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാണ്. പിന്നെ r എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ r equal to 0.8, that is sigma xy by root of sigma x square into root of sigma y square equal to 0.8. Sigma xy by root of sigma x square into root of sigma y square equal to 0.8. നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ എഴുതാം. അപ്പോൾ 60 divided by root of 90 into root of sigma y square equal to 0.8. നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 60യുടെ സ്ക്വയർ 3600. റൂട്ട് 90 ആയിട്ട് മാറും. റൂട്ട് സിഗ്മ വൈ സ്ക്വയർ ആവും. 0.8ൻ്റെ സ്ക്വയർ 0.64 എന്നാവും. അപ്പോൾ 3600 by 90 into sigma y square equal to 0.64. ഇവിടെ 0യും ക്യാൻസൽ ചെയ്തു. 936ൽ 4, അപ്പോൾ ഇവിടെ 40 വരും. 0യും കട്ട് ചെയ്തു. 360ൽ 9 40 ടൈംസ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ സിഗ്മ വൈ സ്ക്വയർ എന്നാണ് വരിക. ആ ബൈ സിഗ്മ വൈ സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ ഇൻറ്റു വരും. അപ്പോൾ 40 ഈക്വൽ ടു 0.64 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഇനി സിഗ്മ വൈ സ്ക്വയർ ഇവിടെ നിർത്തി ഈ 0.64 ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ എന്ന് വരും. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 0.64 62.5 അങ്ങനെ കിട്ടി. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈക്വൽ ടു 2.5. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ ആണെങ്കിൽ എക്സും വൈ ഒക്കെ ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ എന്ന് വരും. ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ ഈക്വൽ ടു 2.5 തന്നിട്ടുണ്ട്. 2.5 നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരും? സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ ഈക്വൽ ടു 2.5 സ്ക്വയർ, അതായത് സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ ഈക്വൽ ടു 6.25. സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ 6.25. ഇനി സിഗ്മ വൈ സ്ക്വയർ നമുക്കറിയാം 62.5 ആണ്. അപ്പോൾ 62.5 ഈക്വൽ ടു സിഗ്മ വൈ സ്ക്വയറിന് പകരം 62.5 എഴുതി. ഈ ബൈ എൻ ഇങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു എൻ 6.25 ഇൻറ്റു എൻ. ഇനി 6.25 ഇങ്ങോട്ട് താഴേക്ക് കൊടുക്കുന്നു. അപ്പോൾ എൻ ഈക്വൽ ടു 62.5 ബൈ 6.25 ഈക്വൽ ടു 10. അപ്പോൾ എൻ എന്ന് പറയുന്നത് 10 ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് ഈക്വൽ ടു 10. കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫ്രം ദി ഫോളോയിങ് റിസൾട്ട്സ്. എൻ ഈക്വൽ ടു 10, sigma x equal to 140, sigma y equal to 150, sigma x minus 10 into y minus 15 equal to 60, sigma x minus 10 square equal to 180, sigma y minus 15 square equal to 250. നമുക്ക് ഈ വാല്യൂസ് തന്നതിൽ നിന്ന് ഇപ്പോൾ സിഗ്മ എക്സ് മൈനസ് 10 സ്ക്വയർ 180 എന്ന് പറയുമ്പോൾ നമുക്കിത് ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 180 എന്ന് എടുക്കാം. അതായത് ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10 എന്നും ഡി വൈ ഈക്വൽ ടു വൈ മൈനസ് 15 എന്നും എടുക്കുക. അതിനുശേഷം സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും കൂടെ കണ്ടുപിടിക്കാം. അതിനുശേഷം കോറിലേഷൻ കോഫിഷ്യൻറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10 എന്നും ഡി വൈ ഈക്വൽ ടു വൈ മൈനസ് 15 എന്നും എടുക്കുകയാണ്. ലെറ്റ് എക്സ് മൈനസ് 10 ഈക്വൽ ടു ഡി എക്സ് വൈ മൈനസ് 15 ഈക്വൽ ടു ഡി വൈ. ഇനി ലെറ്റ് us find സിഗ്മ ഡി എക്സ് ആൻഡ് സിഗ്മ ഡി വൈ. സിഗ്മ ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി എക്സിന് വരെ എക്സ് മൈനസ് 10 എഴുതി. സിഗ്മ എക്സ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് മൈനസ് സിഗ്മ 10. സിഗ്മ എക്സ് നമുക്കറിയാം 140. സിഗ്മ 10 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് അങ്ങനെ n ടൈംസ് 10 ആഡ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ n ടൈംസ് 10 ആഡ് ചെയ്താൽ 10n. പക്ഷേ ഇവിടെ n എന്താണ്? 10 ആണ്. അപ്പോൾ 140 മൈനസ് 10 ഇൻറ്റു 10, 140 മൈനസ് 100 40. ഇതുപോലെ സിഗ്മ ഡി വൈയും കണ്ടുപിടിക്കാം. സിഗ്മ ഡി വൈ ഈക്വൽ ടു സിഗ്മ ഡി വൈക്ക് വരെ വൈ മൈനസ് 15 ഈക്വൽ ടു സിഗ്മ വൈ മൈനസ് സിഗ്മ 15. സിഗ്മ വൈയുടെ വാല്യൂ 150 മൈനസ് 15 ഇൻറ്റു എൻ ആണ്. സിഗ്മ 15 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് എൻ ടൈംസ് 15 ആഡ് ചെയ്യുക. അതായത് 15n ഈക്വൽ ടു 150 മൈനസ് 15 ഇൻറ്റു 10 ഈക്വൽ ടു 150 മൈനസ് 150 ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ ഡി എക്സ് 40, സിഗ്മ ഡി വൈ 0. സിഗ്മ ഡി എക്സ് സ്ക്വയർ 180, സിഗ്മ ഡി വൈ സ്ക്വയർ 215, സിഗ്മ ഡി എക്സ് ഡി വൈ 60, എൻ ഈക്വൽ ടു 10. ഇനി നമുക്ക് നേരിട്ട് കോറിലേഷൻ കോഫിഷ്യന്റ് കണ്ടെത്താം. Now n ഈക്വൽ ടു 10, സിഗ്മ ഡി എക്സ് ഈക്വൽ ടു 40, സിഗ്മ ഡി വൈ ഈക്വൽ ടു 0, സിഗ്മ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 60, സിഗ്മ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 180, സിഗ്മ ഡി വൈ സ്ക്വയർ ഈക്വൽ ടു 215.
Then Carl Pearson's coefficient of correlation R equal to n into sigma dx dy minus sigma dx into sigma dy whole divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square equal to n 10 into sigma dx dy 60, 10 into 60 minus 40 into sigma dy 0 whole divided by root of 10 into sigma dx square 180 minus sigma dx whole square 40 square 1600 into root of 10 into 215 minus 0 square, that is 0, equal to 600 minus 0, 600, but 1800 minus 1600 into root of 2150, 600 by root of 200 into root 2150 equal to 600 by root of 430000 equal to 600 by 655.7438 equal to 0.915. Carl Pearson's coefficient of correlation equal to 0.915. A computer, while calculating correlation coefficient between two variables x and y from 25 pairs of observations, obtained the following results. N equal to 25, sigma x equal to 125, sigma x square equal to 650, sigma y equal to 100, sigma y square equal to 460, sigma xy equal to 508. It was, however, discovered at the time of checking the two pairs of observations were not correctly copied. They were taken as 6, 14 and 8, 6, while the correct values were 8, 12 and 6, 8. Prove that the correct value of the correlation coefficient should be 2/3. നമുക്ക് ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. N25, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് 6, 14, 8, 6 ഇത് റോങ് വാല്യൂസ് ആണ്. കറക്റ്റ് വാല്യൂസ് 8, 12, 6, 8 ആണ്. അപ്പോൾ എക്സ് 6, വൈ 14, പിന്നൊരു എക്സ് 8, വൈ 6. ഇതിന് പകരം 8, 12ഉം 6, 8ഉമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് സിഗ്മ എക്സ് കാണണം, കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ കാണണം, കറക്റ്റ് സിഗ്മ വൈ, കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ, കറക്റ്റ് സിഗ്മ എക്സ് വൈ. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തെറ്റാണ്. എക്സ് ഈ എക്സും ഈ എക്സും തെറ്റാണ്, 6ഉം 8ഉം തെറ്റാണ്. അപ്പോൾ -6 + 8. കറക്റ്റ് സിഗ്മ എക്സ് പറഞ്ഞാൽ ഈ 125ൽ നിന്ന് 6 മൈനസ് ചെയ്യണം, 8 മൈനസ് ചെയ്യണം, എന്നിട്ട് 8ഉം 6ഉം ആഡ് ചെയ്യണം. ഈ 8ഉം ഈ 6ഉം ആഡ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ് കിട്ടും. ഇതേപോലെ കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ആണെങ്കിൽ -6 സ്ക്വയർ, -8 സ്ക്വയർ, +8 സ്ക്വയർ, +6 സ്ക്വയർ. അതുപോലെ കറക്റ്റ് സിഗ്മ വൈ ആണെങ്കിൽ 100, -14, -6, +12, +8. അതുപോലെ കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ ആണെങ്കിൽ 460, -14 സ്ക്വയർ, -6 സ്ക്വയർ. ഇത് തെറ്റാണ്. തെറ്റായ വാല്യൂവിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. +12 സ്ക്വയർ, +8 സ്ക്വയർ. ഇനി കറക്റ്റ് സിഗ്മ എക്സ് വൈ ആണെങ്കിൽ 508, -6 × 14, -8 × 6, +8 × 12, +6 × 8. അങ്ങനെയായിരിക്കും വരുന്നത്. അതിനുശേഷം കറക്റ്റ് വാല്യൂസൊക്കെ വെച്ച് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടെത്തുക. നമുക്ക് നോക്കാം. Given sigma x equal to 125. കറക്റ്റ് സിഗ്മ എക്സ് ഈക്വൽ ടു 125. ആദ്യത്തെ ആ രണ്ട് പെയറിലെ എക്സ് വാല്യൂസ് മൈനസ് ചെയ്യണം. -6, -8, +8, +6. അതായത് 125 മാറ്റമൊന്നുമില്ല. 6ഉം 8ഉം 86 ആകുമ്പോൾ അടുത്ത് ഗിവൺ സിഗ്മ വൈ. കറക്റ്റ് സിഗ്മ വൈ എന്ന് പറയുന്നത് 100, -14, -6, +12, +8. ഇവിടെ മാറ്റമൊന്നുമില്ല. ഇത് 20 ഇതും 20 ആണ്. അപ്പോൾ 100 തന്നെ. ഇനി സിഗ്മ എക്സ് സ്ക്വയർ. ഗിവൺ സിഗ്മ എക്സ് സ്ക്വയർ 650 ആണെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ 650 മൈനസ് ഇതിൻ്റെയൊക്കെ സ്ക്വയർ ആണ്. ഇവിടെ 6 സ്ക്വയർ വരും, ഇവിടെ 8 സ്ക്വയർ വരും, ഇവിടെ 8 സ്ക്വയർ വരും, 6 സ്ക്വയർ വരും. 6 ഒരു -6 സ്ക്വയർ, +6 സ്ക്വയർ, -8 സ്ക്വയർ, +8 സ്ക്വയർ. അപ്പോൾ മാറ്റമൊന്നും വരുന്നില്ല. 650 തന്നെ. ഇനി ഗിവൺ സിഗ്മ വൈ സ്ക്വയർ. കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ. കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ 460 - 14 സ്ക്വയർ, പിന്നെ അതുപോലെ 6 സ്ക്വയർ മൈനസ് ചെയ്യണം. 14 സ്ക്വയറും 6 സ്ക്വയറും മൈനസ് ചെയ്യുക, പകരം 12 സ്ക്വയറും 8 സ്ക്വയറും ആഡ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താൽ 436 എന്ന് കിട്ടും.
ഇനി ഗിവൺ സിഗ്മ എക്സ് വൈ 508 ആണ്. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ് വൈ എന്താണ്? ഇതാണ് എക്സ്, ഇത് വൈ ആണ്. അപ്പോൾ ആദ്യം 6 × 14 മൈനസ് ചെയ്യണം, പിന്നെ പോലെ 8 × 6 മൈനസ് ചെയ്യണം, പിന്നെ ആഡ് ചെയ്യുമ്പോൾ 8 × 12 ആഡ് ചെയ്യണം, അതുപോലെ 6 × 8 ആഡ് ചെയ്യണം. 8 × 12 6 × 8 ആഡ് ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 48 കളഞ്ഞു, പിന്നെ ഇവിടെ 14 × 6 84 96, ഒരു +12 ആഡ് ചെയ്യാം, 520 കിട്ടും. 520. അങ്ങനെ കറക്റ്റ് വാല്യൂസ് എല്ലാം കിട്ടി. കറക്റ്റ് സിഗ്മ എക്സ് എടുക്കണം, കറക്റ്റ് സിഗ്മ വൈ, കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ, കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ, കറക്റ്റ് സിഗ്മ എക്സ് വൈ. ഇനി N25 അതും കൂടെ എടുത്ത് കോറിലേഷൻ കോഷ്യൻ. കറക്റ്റ് വാല്യൂ ഓഫ് ആർ ഈക്വൽ ടു എല്ലാം കറക്റ്റ് വാല്യൂസ് എടുക്കുക. N25 ആണ്. 520 - 125 × 100 / √25 × 650 - 125 square √25 × 436 - 100 square. സിംപ്ലിഫൈ ചെയ്താൽ ഇത് സിംപ്ലിഫൈ ചെയ്തു. 500 / √625 × √900. ഇത് 25 × 500 / 25 × 30. 25 50 2 ടൈംസ്, അപ്പോൾ 20/30 എന്ന് വരും. 20/30 പറഞ്ഞാൽ 2/3. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. R = 2/3 എന്നാണ്. therefore R = 2/3 എന്ന് കിട്ടി. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. Covariance between two variables x and y is defined as sigma x minus x bar into y minus y bar by n. Covariance between two variables x and y is defined as sigma x minus x bar into y minus y bar by n. അതല്ലെങ്കിൽ which can be simplified as sigma xy by n minus sigma x by n into sigma y by n, or sigma dx dy by n minus sigma dx by n into sigma dy by n. അപ്പോൾ ഈ മൂന്ന് ഫോമുല ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ കോവേരിയൻസ് വെച്ചിട്ട് നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാം. അത് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഉപയോഗിച്ചവരാണ്. എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? R = sigma x minus x bar into y minus y bar by n into standard deviation of x into standard deviation of y. അങ്ങനെ ഒരു ഫോമുല എഴുതിയിട്ടുണ്ട്. അതായത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അങ്ങനെ ഒരു ഫോമുലയുണ്ട്. അതിന് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്നാണ്. അതായത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. When the covariance between two variables is divided by the product of the standard deviations, അതായത് covariance between x and y by standard deviation of x into standard deviation of y, we get the coefficient of correlation. Therefore Karl Pearson's coefficient of correlation R equal to covariance between x and y by standard deviation of x into standard deviation of y. Find a coefficient of correlation between x and y using the formula coefficient of correlation equal to covariance between x and y by standard deviation of x into standard deviation of y. നമുക്ക് എക്സ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, വൈ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സ് 2 3 4 5 6 7 8, വൈ 4 5 6 8 9 7 10. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ √സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ √സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ വൈ ബൈ എൻ ഹോൾ സ്ക്വയർ. അതിനുശേഷം ഇത് അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ എന്നുള്ള കോളം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കണം. എക്സ് 2 3 4 5 6 7 8 ടോട്ടൽ 35. y 4 5 6 8 9 7 10 total 49. xy 2 × 4 8, 3 × 5 15, 4 × 6 24, 5 × 8 40, 6 × 9 54, 7 × 7 49, 8 × 10 80, total 270. Then x square 2 square 4, 3 square 9, 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, total 203. ഇനി y square
y square 4 square 16, 5 square 25, 6 square 36, 8 square 64, 9 square 81, 7 square 49, 10 square 100. And a total 371. For sigma x 35, sigma y 49, sigma xy 270, sigma x square 203, sigma y square 371. നമുക്ക് കോവേരിയൻസ് കാണാം. Covariance between x and y equal to sigma xy by n minus sigma x by n into sigma y by n equal to 270 by 7 minus 35 by 7 into 49 by 7 equal to 37 into 7 49. 7 into 7 49 49 പോയി 35 വരും. ഇനി 270 by 7 ആണ്. നോക്കാം എത്രയാണെന്ന്. 38.57 മൈനസ് 35 3.57. അപ്പോൾ നമുക്ക് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കിട്ടി. 38.57 മൈനസ് 35 ഈക്വൽ ടു 3.57. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ വേണം. പിന്നെ ആർ ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് sigma x square by n minus sigma x by n whole square. X squareകളുടെ സം 203. 203 by 7 minus 35 by 7 square. 203 by 7 29. 35 by 7 5. 5 square 25. Root of 4 equal to 2. Standard deviation of y equal to root of sigma y square by n minus sigma y by n whole square. 371 by 7 minus 49 by 7 square. 371 by 7 53. 49 by 7 7 7 square 49. Root of 4 2. Plus standard deviation of y equal to 2. Another Karl-Pearson's coefficient of correlation equal to covariance between x and y by standard deviation of x into standard deviation of y. 3.57 by 2 into 2. 3.57 by 2 into 2. 3.57 by 4. 0.8925. 0.8925. Calculate Karl-Pearson's coefficient of correlation between x and y series from the following data. X series, y series. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. Calculate Karl-Pearson's coefficient of correlation between x and y series from the following data. X series, y series, a number of pairs of observations. എക്സ് സീരീസ് 15, എക്സ് വാല്യൂസ് ഉണ്ട് 15, വൈ വാല്യൂസ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3.01, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് 3.03. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 8.13. ഫൈൻഡ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. എന്താണ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ 8.13 ബൈ 3.01 ഇൻറ്റു 3.03. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 3.01, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 3.03, കോവേരിയൻസ് 8.13. കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. 8.13 by 3.01 into 3.03, 8.13 by 9.1203, 0.8914. എല്ലാ വാല്യൂസും തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. The number of pairs of observations of x and y series is 1000. Standard deviation of x equal to 4.5. Standard deviation of y equal to 3.6. Sigma x minus x bar into y minus y bar equal to 4800. Calculate the coefficient of correlation between x and y series. Karl-Pearson's coefficient of correlation are equal to covariance between x and y by standard deviation of x into standard deviation of y. Covariance between x and y equal to sigma x minus x bar into y minus y bar by n. That is 4800 by 1000, 4.8. അപ്പോൾ 4.8 by 4.5 into 3.6. അതായിരിക്കും ആൻസർ. Covariance between x and y equal to sigma x minus x bar into y minus y bar by n equal to 4800 by 1000 equal to 4.8. Coefficient of correlation equal to covariance between x and y by standard deviation of x into standard deviation of y equal to 4.8 by 4.5 into 3.6
equal to 4.8 by 16.2 equal to 0.296. അപ്പോൾ കാൽ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0.296. Product moment correlation coefficient from the following data. Product moment correlation coefficient എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അതല്ലെങ്കിൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. അതായത് എക്സ് സീരീസ്, വൈ സീരീസ് രണ്ട് സീരീസാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 20, എൻ എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം മീൻ, അതായത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ 136, സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ 138. പിന്നെ തന്നിരിക്കുന്നത് സമ്മേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദയർ റെസ്പെക്റ്റീവ് മീൻ, ദാറ്റ് ഇസ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ 122 ആണ്. അപ്പോൾ കോവേരിയൻസ് എന്തായിരിക്കും? 122/20. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാണാം. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്? റൂട്ട് ഓഫ് 136/20. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണെങ്കിൽ റൂട്ട് ഓഫ് 138/20. നോക്കാം. n equal to 20, sigma x minus x bar square equal to 136, sigma y minus y bar square equal to 138, sigma x minus x bar into y minus y bar 122. Standard deviation of x, root of sigma x minus x bar square by n equal to root 136/20, root 6.8, 2.6077 അല്ലെങ്കിൽ 2.61. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y equal to root of sigma y minus y bar square by n, root of 138/20, root of 6.9, 2.6268 അല്ലെങ്കിൽ 2.63. ഇനി നമുക്ക് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ നേരിട്ട് തന്നെ കാണാം. എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് വെച്ച് കാണാം. അല്ലെങ്കിൽ പിന്നെ കോവേരിയൻസ് കാണണം. എങ്ങനെ? 122/20 വെച്ച്. അതല്ലെങ്കിൽ ഇനി 122/20 ഇൻറ്റു 2.61 ഇൻറ്റു 2.63 എന്ന് എടുത്താലും മതി. പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഫിഷ്യൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഈ രീതിയിൽ കാണാം. അതല്ലെങ്കിൽ ആദ്യം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ കോവേരിയൻസ് ആയിട്ട് കാണുക. അതിനുശേഷം അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ 122/n20, പിന്നെ 2.61, 2.63, 122 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 137.286 ഈക്വൽ ടു 0.89. പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ ആണ്. അപ്പോൾ ആ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാം.